നമസ്കാരം. വനമാലിയിലേക്ക് ഏവർക്കും സ്വാഗതം. പൂന്താനം തിരുമേനിയുടെ ശ്രീകൃഷ്ണ കർണാമൃതത്തിലെ 99 ശ്ലോകങ്ങളാണ് നമ്മൾ ഇതുവരെ വായിച്ചത്. ഇന്ന് 100ാമത്തെ ശ്ലോകം മുതൽക്ക് വായിക്കാം. വാവാ എന്നു വിളിച്ചു കേളിപരനായി ലീലയ്ക്കു കാളിന്തിയെ ഭാവാലൊന്നു പകർന്ന മത്തത കലർന്നെന്തേതു പോകുന്നിതോ കോപാലക്കരി കൊണ്ടു നേരെ കുഴിയെത്തോണ്ടിടിനാനാ ഭവാൻ താപാകർഷണമെന്നതെങ്കലരുളീടാനന്ദ നീലാംബര. ഇവിടെ വാവാ എന്നു വിളിച്ചു കേളിപരനായി ലീലയ്ക്കു കാളിന്തിയെ. കേളിപരനായിട്ട് ഒരു വിനോദഭാവത്തില് കാളിന്തിയെ ലീലയ്ക്ക് എന്ന് വെച്ചാൽ ക്രീഡയ്ക്കായിക്കൊണ്ട് വാവാ എന്ന് വിളിച്ചു. കാളിന്തി നദിയെ ഭാവാലൊന്ന് അനുഭാവപൂർവമാണ് വിളിച്ചത്. പിന്നെ പകർന്ന മത്തത കലർന്നെന്തേതു പോകുന്നിതോ, ആ ഭാവം മാറി മത്തത, ആ ലഹരി ബാധിച്ചിട്ട് എന്താണ് ഇങ്ങനെ പോകുന്നത്, കാളിന്തി ഗൗനിക്കാതെ എന്താണ് പോകുന്നത് എന്ന് വിചാരിച്ചു. ബലഭദ്രൻ മധുരാമത്തനായിട്ടാണ് വിളിക്കുന്നത് എന്ന് കരുതിയിട്ടാണ് കാളിന്തി അടുത്തു ചെല്ലാഞ്ഞത്. അപ്പോ കോപാലക്കരി കൊണ്ടു നേരെ കുഴിയെ തോണ്ടിയിടിനാൻ ഭവാൻ. കോപാകുലനായിട്ട്, കരി എന്ന് വെച്ചാൽ കലപ്പ, കോപാകുലനായിട്ട് ബലഭദ്രൻ കലപ്പ കൊണ്ട് കുഴി കുഴിച്ച് നദിയെ അരികത്തേക്ക് വലിച്ചു. അതുപോലെ എൻ്റെ എല്ലാ താപത്തെയും ദുഃഖത്തെയും ആ നദിയെ എന്ന പോലെ ആകർഷിച്ച് അകറ്റണേ എന്ന് വെച്ചാൽ എൻ്റെ താപത്രയങ്ങളെയൊക്കെ അവിടുന്ന് കർഷണം ചെയ്തിട്ട് അല്ലെങ്കിൽ ശോഷണം ചെയ്തിട്ട് എന്നിൽ അനുഗ്രഹിച്ചിടണമേ. ആനന്ദ നീലാംബര, ആനന്ദ സ്വരൂപനായിട്ടുള്ള നീലാംബര, നീലാംബരം നീലവസ്ത്രം ധരിച്ചിരിക്കുന്നവനെ ബലഭദ്രസ്വാമിയോടാണ് പ്രാർത്ഥിക്കുന്നത്. ഇവിടെ എന്താണ് പറഞ്ഞത് വെച്ചാൽ, ഒരിക്കൽ ബലഭദ്രന് നന്ദഗോപാദി പിതൃജനങ്ങളെയും യശോദ തുടങ്ങിയ മാതൃജനങ്ങളെയും തങ്ങളുടെ തോഴന്മാരായിട്ടുള്ള ഗോപന്മാരെയും ഗോപികളെയും ഒക്കെ കാണണം എന്നൊരാഗ്രഹം തോന്നി. എന്നിട്ട് കൃഷ്ണനോട് പറഞ്ഞു, നമ്മൾ മധുരയിലേക്ക് കംസവധത്തിനായി വന്നതിന് ശേഷം പിന്നെ വൃന്ദാവനത്തിലേക്ക് പോയിട്ട് തന്നെ ഇല്ല, അപ്പോൾ ഒന്ന് എല്ലാവരെയും കണ്ടുവരണം എന്നൊരാഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. ജ്യേഷ്ഠന് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ പോയി എല്ലാവരെയും കണ്ടിട്ട് വരൂ, എല്ലാവരോടും എൻ്റെ അന്വേഷണവും പറയൂ എന്ന് കൃഷ്ണൻ യാത്ര അയച്ചു. വൃന്ദാവനത്തിൽ എത്തിയ ബലരാമനെ കണ്ട് യശോദ നന്ദഗോപന്മാര് അദ്ദേഹത്തെ ഗാഠഗാഠം പുണർന്ന് വാത്സല്യപൂർവ്വം ചുംബിച്ചു. ബലരാമനാവട്ടെ അവരുടെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. ബലഭദ്രൻ വന്ന വാർത്ത കേട്ട് ഗോപികളും ഗോപന്മാരും അവിടെ വന്ന് അവരുടെ സ്നേഹാദരവുകൾ പ്രകടിപ്പിച്ചു. എല്ലാവരും കൂടി തങ്ങളുടെ പഴയ കഥകൾ അന്യോന്യം പറഞ്ഞ് സന്തോഷിച്ചു. കൃഷ്ണൻ വരാത്തതിലുള്ള വിഷമം അവർ പങ്കുവച്ചു. എല്ലാവരുടെയും മനസ്സിലെയും ആ വിഷമം കണ്ടപ്പോൾ ബലഭദ്രൻ കുറച്ചു ദിവസം വൃന്ദാവനത്തിൽ താമസിച്ചിട്ടേ മടങ്ങുന്നുള്ളൂ എന്ന് തീരുമാനിച്ചു. ഒരിക്കൽ കാളിന്തി നദിക്കരയിൽ ഗോപികളുമായി പഴയ കഥകളും പറഞ്ഞ് വിഹരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എവിടെ നിന്നോ ഒരു മദ്യത്തിന്റെ ഗന്ധം അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. അത് എവിടെ നിന്നാണ് വരുന്നതെന്ന് നോക്കിയപ്പോൾ ഒരു വൃക്ഷകോടത്തിൽ നിന്നും മധുരമുള്ള ഒരു മദ്യം ഒഴുകി വീഴുന്നത് കണ്ടു. അത് കണ്ട ബലഭദ്രൻ അത് ശേഖരിച്ച് തൃപ്തി വരുവോളം പാനം ചെയ്തു. അങ്ങനെ മദ്യലഹരിയിൽ മദം പൂണ്ട് തന്നെ മറന്ന് ബലഭദ്രൻ യമുനാതടത്തിൽ ചെന്ന് കാളിന്തിയെ കളിക്കുവാനായി തൻ്റെ അരികത്തേക്ക് വിളിച്ചു. കാളിന്തി തൻ്റെ കൽപ്പന അനുസരിക്കുന്നില്ല എന്ന് തോന്നി കോപാകുലനായ ബലഭദ്രൻ തൻ്റെ കലപ്പയെടുത്ത് കാളിന്തി നദിയെ കൊളുത്തി വലിച്ചു. ആ സമയത്ത് ആ കാളിന്തി നദിയുടെ അധിഷ്ഠാന ദേവത പ്രത്യക്ഷപ്പെട്ട് ബലഭദ്രനോട് ക്ഷമാപണം ചെയ്തു. എങ്കിലും ആ ബലഭദ്രൻ്റെ ഹലായുധം കൊണ്ട് കാളിന്തി നദിയെ ഒന്ന് വലിച്ചത് കൊണ്ട് ആ ഭാഗത്ത് ചെറിയൊരു വളവ് സംഭവിച്ചു. ആ കഥയാണ് ഇവിടെ ഈ ശ്ലോകത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇനി അടുത്ത ശ്ലോകം നോക്കാം.
തന്നെ സ്നേഹമിയെന്നവർക്കു നിമിഷം ദ്വേഷിച്ചവർക്കും ബലാൽ തന്നെ പോലെ ചമഞ്ഞവർക്കുമരുളി കൈവല്യമല്ലേ വിഭോ. തന്നെ താനറിയാഞ്ഞു ഖിന്നമതിയായി നിന്നോടിരന്നീടിനോരെന്നെ കാണവശം കൃപാലയ ജയ ശ്രീവാമഗേഹാലയ. തന്നെ സ്നേഹമിയെന്നവർക്കും തന്നെ സ്നേഹിച്ചവർക്കും, ഇവിടെ തന്നെ സ്നേഹമിയെന്നവർക്കു നിമിഷം കുറച്ചെങ്കിലും തന്നോട് സ്നേഹം കാട്ടിയവർക്കും, ദ്വേഷിച്ചവർക്കും ബലാൽ ശത്രുത ഭാവിച്ചവർക്കും. ദ്വേഷിച്ചവർക്കും ബലാൽ എന്ന് പറഞ്ഞാൽ വളരെയധികം ശത്രുത ഭാവിച്ചവര്, ശിശുപാലനെയൊക്കെ പോലെ ഉള്ളവര്. പിന്നെ തന്നെ പോലെ ചമഞ്ഞവർക്കും, തൻ്റെ പോലെ വേഷം കെട്ടി നടന്നവർക്കും, അതായത് പൗണ്ഡ്രക വാസുദേവനെ പോലെ കൃഷ്ണന്റെ വേഷം കെട്ടിയവർക്കും എല്ലാം അരുളി കൈവല്യമല്ലേ വിഭോ. അല്ലയോ സർവവ്യാപിയായ ഭഗവാനെ, അവിടുന്ന് എല്ലാവർക്കും മോക്ഷം നൽകിയില്ലേ. തന്നെ താൻ അറിയാഞ്ഞു ഖിന്നമതിയായി നിന്നോടിരന്നീടിനോരെന്നെ കാണവശം കൃപാലയ ജയ ശ്രീവാമഗേഹാലയ. ഹേ കൃപാലയ, കാരുണ്യത്തിൻ്റെ ഇരിപ്പിടമായ ഭഗവാനെ, സ്വയം അറിയാതെ, അതായത് ആത്മജ്ഞാനമില്ലാതെ ഖിന്നമതിയായി, തളർന്ന ബുദ്ധിയുമായി, മനക്ലേശത്തോടുകൂടി നിന്നോടിരന്നീടുന്ന, നിന്നോട് യാചിക്കുന്ന, അവിടത്തോട് അപേക്ഷിക്കുന്ന എൻ്റെ ആ അവശത അങ്ങ് കണ്ടാലും ജയ ശ്രീവാമഗേഹാലയ, അല്ലയോ ഇടത്തുപുറത്തപ്പ അവിടുന്ന് ജയിച്ചാലും. ഇങ്ങനെ ഇടത്തുപുറത്തപ്പൻ്റെ അനുഗ്രഹത്തെയാണ് പൂന്താനം തിരുമേനി ഈ ശ്ലോകം കൊണ്ട് പ്രാർത്ഥിക്കുന്നത്. അടുത്ത ദിവസം ഇനി ബാക്കി ശ്ലോകങ്ങൾ വായിക്കാം. എല്ലാവർക്കും നല്ലതു മാത്രം വരട്ടെ എന്ന പ്രാർത്ഥനയോടെ